ആ വാർത്തയിലേക്ക് വരും. ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് തത്സമയം. DGPയെ നിയമിക്കുന്നത് എന്ന് രാജ്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ട് എല്ലാവർക്കും അറിയാം. പിന്നെ KC വേണുഗോപാലിനെ മനസ്സിലാവാതിരിക്കില്ലല്ലോ. സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റിന്റെ പാനലിൽ നിന്നാണ് ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിക്കേണ്ടത്. അത് സ്വതന്ത്രമായ ഏജൻസിയുടെ നമ്മളെ PSC പോലെ അവർ വേറൊരു സംവിധാനമാണ് UTS. അവരാണ് ഇവിടെ 3 ആളുടെ പേര് നൽകുന്നത്. ആ നൽകുന്ന പേരിൽ നിന്നാണ് ഒരാളെ സംസ്ഥാന ഗവൺമെന്റ് മന്ത്രിസഭ തീരുമാനിക്കേണ്ടത്. അതാണ് ഇന്നലെ തീരുമാനിച്ചത്. ആ ഭരണഘടനാപരമായ കാര്യമാണ് നിർവഹിച്ചിട്ടുള്ളത്. അതിന് പിന്നെ BJP ആയിട്ടാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ ഈ പറയുന്ന പോലെ വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം മാത്രമാണ് കാണാൻ സാധിക്കുക. അത്രയേ ഉള്ളൂ കാര്യം. ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വരിക. ഏറ്റവും മെച്ചപ്പെട്ട ആളായി നോക്കിയിട്ടല്ലേ എടുക്കുക. അതിന് സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന് മാനദണ്ഡങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതാ കാര്യം. അല്ല, പാർട്ടി നൽകിയ ക്ലീൻ ചിറ്റ് അനുസരിച്ചിട്ടല്ലോ സെൻട്രൽ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തീരുമാനിച്ചത് ക്ലീൻ ചിറ്റ് അനുസരിച്ചിട്ടല്ലേ കാര്യങ്ങൾ നയിക്കുന്നത്. അല്ലാണ്ട് പാർട്ടിക്ക് എന്താ ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ട കാര്യം? DGP നിശ്ചയിക്കുന്നതിന്റെ അകത്ത് CPIMന് വല്ല തരത്തിലും ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അല്ല, P ജയരാജനോ വേറെ ആരുമല്ല പറഞ്ഞു, ഞാനാ പറഞ്ഞത്. ഞാനിപ്പോ പറയുന്നത് പാർട്ടി ഒരു ക്ലീൻ ചിറ്റും കൊടുക്കേണ്ട കാര്യമില്ല. സെൻട്രൽ ഗവൺമെന്റിനെയും സംസ്ഥാന ഗവൺമെന്റിനെയും ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് തീരുമാനിക്കപ്പെടുന്ന ഒരു കാര്യമായത്. അത് തീരുമാനിച്ചിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന് ചെയ്യാൻ സാധിക്കുന്നത് അവർ 3 പേര് കൊടുത്തു. സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിക്കുന്നത് അതിൽ നിന്ന് ഒരാളെ തീരുമാനിച്ചു. അത് മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരാൾ തന്നെയല്ലേ തീരുമാനിക്കുള്ളൂ. അതിനകത്ത് സംശയമുള്ളത്? അതിനൊന്നും പറയുന്നത് യാതൊരു ഇപ്പൊ രക്തസാക്ഷിയുടെ വ്യക്താക്കളല്ലേ ഇവരല്ലേ അന്ന് കൊന്നത്. അല്ലാണ്ട് രേവതാ ചന്ദ്രശേഖരന് പോലെ ആരുമല്ലോ കൊന്നത്. ഈ UDFന്റെ ഭരണത്തിലല്ലേ ഞങ്ങളുടെ 5 സഖാക്കളെ കൊന്നത്. അന്ന് മറന്നു പോകണ്ട കേട്ടോ. ചോദിക്കുമ്പോൾ അത് നല്ലപോലെ ധാരണ വേണം. UDF ആണ്, UDFന്റെ ഗവൺമെന്റാണ്. ഉമ്മൻചാണ്ടിന്റെ അന്നത്തെ അല്ല, എല്ലാ സന്ദർഭത്തിലും അന്നത് കരുണാകരന്റെ ഗവൺമെന്റ് അല്ല, മറ്റേ UDFന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് സംവിധാനം വന്നല്ലോ ഈ കാലത്ത്. ആ കാലത്ത് വന്ന ഓരോരുത്തരുമാണ് CPMനും ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ DYFക്ക് എതിരായിട്ട് മൃഗീയമായ കൊലപാതകവും വെടിവെപ്പും ഒക്കെ നടത്തിയിട്ടുള്ളത്. ഇതും അത് തന്നെയാണ് സംഭവം. അപ്പോൾ അങ്ങനെയുള്ള സംഭവം ഉണ്ടാവുമ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ കയറി നിന്നിട്ട് വേറെ എന്തെങ്കിലും വിശദീകരിക്കുകയാണ്. അതിലൊന്നും ഒരു കാര്യമില്ല. വസ്തുതാപരമായിട്ട് കാര്യം ഞാൻ പറഞ്ഞു. ഞങ്ങളെ എന്തെങ്കിലും ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ ഉണ്ടായ സംഭവം ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലാണ്. രേവതാ ചന്ദ്രശേഖരൻ യഥാർത്ഥത്തിൽ IPS ഉദ്യോഗസ്ഥനായിട്ട് വരുന്നത് 2 ദിവസം മുമ്പാണ്. അവിടെ അദ്ദേഹത്തിന് തലശ്ശേരിന്റെയോ കണ്ണൂരിന്റെയോ ഭൂമിശാസ്ത്രമോ രാഷ്ട്രീയമോ ഒന്നും മനസ്സിലായിട്ടുള്ള ഒരാളല്ല. അത് ആന്ധ്രക്കാരനാണ് തന്നെ. സ്വാഭാവികമായിട്ട് അവിടെ വന്നപ്പോൾ 2 മണിക്കൂർ മുമ്പ് തന്നെ അവിടെ എല്ലാവരും ഉണ്ട്. 2 മണിക്കൂർ മുമ്പേ ഉണ്ട്. അപ്പോഴേ ഇദ്ദേഹമുണ്ട്. യഥാർത്ഥത്തിൽ വെടിവെപ്പും അതുപോലെ ലാത്തിചാർജും എല്ലാം നടന്നത്, അതിന് നേതൃത്വം കൊടുത്തത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അവിടെ TT ആന്റണിയും അതുപോലെ തന്നെ പോലീസ് ഹക്കീം ബത്തേരിയാണ്. ഇവർ 2 പേരാണ് നടത്തിയിട്ടുള്ളതെന്നറിയാം. കോടതി തന്നെ ഇവരെല്ലാം ഈ രേവതാ ചന്ദ്രശേഖരനൊക്കെ മുമ്പ് തന്നെ കേസ് തന്നെ ഒഴിവാക്കിയതാണ്. കമ്മീഷൻ വെച്ച് പരിശോധിച്ചതാണ്, കമ്മീഷൻ ഒഴിവാക്കിയതാണ്. അപ്പോൾ അതിന്റെ അകത്ത് യാതൊരു തരത്തിലും എന്തെങ്കിലും ഒരു കുറ്റവാളിയാണ് എന്ന് പറയാത്തിടത്തോളം കാലം അദ്ദേഹം കുറ്റവാളിയാകുന്നില്ല. ആരോപിതമായിരുന്നു, കേസിൽ പ്രതിയായിരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ കേസിന്റെ ഭാഗമായിട്ട് പരിശോധിച്ചപ്പോഴാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണ കമ്മീഷനും ഒഴിവാക്കി, അതുപോലെ തന്നെ കോടതി ഒഴിവാക്കി. അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അത് മനസ്സിലാവാണ്ട് ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് രക്തസാക്ഷിയുടെ പേരും പറഞ്ഞാൽ യാതൊരു കാര്യമില്ല. P ജയരാജൻ പറഞ്ഞാലും ഞാൻ നല്ല വായിച്ചു തന്നെയാണ്. P ജയരാജൻ വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. P ജയരാജൻ പ്രതികരിച്ച് ഗവൺമെന്റ് തീരുമാനിക്കാൻ അവകാശം ഗവൺമെന്റ് തീരുമാനിക്കട്ടെ എന്നാണ്. ബാക്കി കാര്യങ്ങളൊക്കെ മെറിറ്റ് ഞാൻ ഇപ്പം പറഞ്ഞ പോലെ മെറിറ്റൊക്കെ തീരുമാനിക്കുന്നത് ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത്. അതിലേ ജയരാജൻ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറം ജയരാജൻ പറഞ്ഞു. അതെ, അപ്പൊ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നിങ്ങളിങ്ങനെ ജയരാജൻ എന്ന് പറഞ്ഞോണ്ടിരിക്കേണ്ടല്ലോ. അത് ഞാൻ ഈ പറഞ്ഞതിന് അപ്പുറത്ത് അത് ശരി അങ്ങനെ പ്രതികരിച്ചത് ജയരാജാന്നല്ലേ? അപ്പൊ കേട്ട വിചാരിക്കാൻ ജയരാജൻ പ്രതികരിച്ച് എന്തോ ഓളാക്കിയിരിക്കുന്നതാണ്. ജയരാജൻ ശരിയായ രീതിയിലാണ് പ്രതികരിച്ചത്. അതാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്. അതായത് കേരള വിരുദ്ധവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവുമാണ് യഥാർത്ഥത്തിൽ
അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള RSകാർ ഉൾപ്പെടെ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് കേന്ദ്രത്തിന്റെ എല്ലാ സമീപനവും തന്നെയാണ്. അത് ഭരണഘടനയ്ക്കെതിരാണ്, അവർ സോഷ്യലിസത്തിനെതിരാണ്, അവർ മതനിരപേക്ഷതയ്ക്കെതിരാണ്. എല്ലാ പുതിയ നിലപാടുകളെയും ജനാധിപത്യ സംവിധാനങ്ങളെയും ശക്തിയായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് RSSും BJPയും സംഘപരിവാറും അതിന്റെ ഗവൺമെന്റും. അതുകൊണ്ടാണ് അവർ ഈ ഭരണഘടന വേണ്ട, മനുസ്മൃതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭരണഘടന വേണം, ചാതുർവർണ്ണ വ്യവസ്ഥയായിരിക്കണം അതിന്റെ ഭാഗമായിട്ടുള്ള ഉള്ളടക്കം എന്ന് പറയുന്നതാണല്ലോ പച്ച മലയാളം. അതിനുവേണ്ടി പറയുന്നത് ഈ ഭരണഘടന പറ്റില്ല എന്നാണ്. അപ്പോഴാണ് ഇവർ പറയുന്നത് ഭരണഘടനയിലെ പ്രിയാമ്പിളിൽ സോഷ്യലിസം പാടില്ല, ഭരണഘടനയുടെ പ്രിയാമ്പിളിന്റെ ഭാഗമായിട്ടുള്ള മതനിരപേക്ഷത പാടില്ല. ഇതെല്ലാം പിന്തിരിപ്പൻ നിലപാടാണ്. മനസ്സിലായില്ലേ? ആ പിന്തിരിപ്പൻ നിലപാടുകൾക്കെതിരായിട്ട് കേരളത്തിലെ ജനങ്ങൾ അതിശക്തിയായിട്ട് പ്രതികരിക്കും. സംസ്ഥാനത്തിന്റെ പുതിയ DGPയായി റവാഡായ ചന്ദ്രശേഖരനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട പ്രതികരണം, അതിൽ നിലപാട് ആവർത്തിക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അതിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ കാര്യങ്ങൾ ഇന്നും MV ഗോവിന്ദൻ പറയുന്നു. അതിൽ തെറ്റൊന്നുമില്ല. കേന്ദ്രം നൽകിയ ഒരു പട്ടിക, അതിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുക്കുക, അതാണ് സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുക. അത് പ്രകാരം ഒരാളെ തെരഞ്ഞെടുത്തു. മറ്റു വിവാദങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നുകൂടി പറയുന്നു. ഒപ്പം തന്നെ P ജയരാജന്റെ കാര്യം എടുത്ത് മാധ്യമപത്രത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ജയരാജൻ പറഞ്ഞതിൽ മറ്റ് വിവാദങ്ങളാക്കേണ്ട യാതൊരു പരാമർശവുമില്ല, അത് കൃത്യമായി ഞാൻ മനസ്സിലാക്കിയതാണ്, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ജയരാജനും പറഞ്ഞത് എന്നാണ് ഇപ്പോൾ MV ഗോവിന്ദൻ ആ വിഷയത്തിൽ നടത്തിയ പ്രതികരണം.